ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ ഞങ്ങൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത സ്ഥലം. ഇത് ബാസ ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ ക്യാമ്പ് ചെയ്തത്. ഇവിടെ വേറെയും ആൾക്കാർ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, കുറേ പേരുണ്ട്. അപ്പോൾ ഇത് രാവിലെ 6 മണിയാണ്. ഞാൻ 6 മണിക്ക് എണീറ്റതാണ് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. ഇതേ ഇവിടെ സൂര്യനൊക്കെ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. മലയുടെ പുറകിലാണ് ഉദിച്ച് വരുന്നതേ ഉള്ളു. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ കേട്ടോ. ഇതേ അവിടെ 2 പേര് വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട്. അവിടെ ആ പാറയുടെ മണ്ടയിലും ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ക്യാമ്പൊക്കെ കണ്ടായിരുന്നു. അവരാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. അവർ ചെറിയൊരു ബോട്ടാണ്, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് വെച്ചിട്ട് 2 പേര് അതിൽ കയറി തുഴഞ്ഞു പോവുക. അവരത് ഇന്നലെ വന്നപ്പം വണ്ടിയുടെ മണ്ട വെച്ച് കൊണ്ടുവന്ന കേട്ടോ. ഹലോ ഗൈസ്, ഞങ്ങളപ്പോൾ കുളിച്ച് ഫ്രഷായി ഇങ്ങനെ ഓരോ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങളൊരു ദോ ക്രൂസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയം കൂടെ ഉണ്ട്. 8:30 ചെന്നാൽ മതി. അപ്പോൾ ഇപ്പം 8:30 ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് കറങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാ കേട്ടോ. കുറെ ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ മറ്റേ മീൻ പിടിക്കുന്ന വല ഇട്ടിട്ടുണ്ട്. അത് ഇവിടെ കാണാം. അതിൻ്റെ ആ പൊങ്ങി കിടക്കുന്നൊക്കെ ആ വലയുടെ ഓരോരോ സാധനം. ആ മലയുടെ സൈഡ് കണ്ടോ, അതുവഴിയാണ് നമ്മൾ വരുന്നത്. വീഡിയോയിൽ കാണാൻ പറ്റുന്നത് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. റോഡ് കാണാൻ പറ്റും. ആ റോഡ് വഴിയാണ് നമ്മൾ വരുന്നത്. ഈ റോഡ് വഴിയാണ് നമ്മൾ വരുന്നത്. ഇതുവഴി ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയാണ് വരുന്നത്. ഹലോ ഗൈസ്, നമ്മളപ്പോൾ ആ ദോ ക്രൂസിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്തായിരുന്നു. പ്രീ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബുക്ക് ചെയ്തേ ഉള്ളൂ. പൈസ ഇവിടെ വന്നിട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ പുള്ളീനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എവിടെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇന്നലെ നമ്മൾ വന്ന ഫിഷ് മാർക്കറ്റ് ഇല്ലേ, അതിൻ്റെ അടുത്ത് തന്നെയാണിത്. അപ്പം കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അയാളെ വിളിച്ചിട്ട് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കണം. നമ്മളപ്പം ദോ ക്രൂസിൽ കയറി. ഇത് ഏറ്റവും അറ്റത്തുള്ള ഇതിലാണ് നമ്മൾ കയറിയത്. നമ്മളിത് കണ്ടോ, ദൂരെ ഒത്തിരി ബോട്ട് ഇതുപോലെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കയറി ലാസ്റ്റത്തെ ബോട്ടായിരുന്നു നമ്മുടേത്. അപ്പോൾ നമ്മളിത് ഇവിടെ കയറി. ഇവിടെ ഫുൾ ഇതുപോലത്തെ ബോട്ടുകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ 4 ഫാമിലീസാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഹാഫ് ഡേ ആണ് എടുത്തത്. മോർണിംഗ് 9 AM to 1 PM ആണ് ടൈം. 4 hours ഉണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കില്ല. ഉച്ചയൊക്കെ ആണെങ്കിൽ നല്ല കാറ്റുണ്ട് കേട്ടോ പോകാൻ നേരത്ത്. പിന്നെ നമുക്ക് ടീ, ജ്യൂസ്, ഫ്രൂട്ട്സ് ഒക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് പോകുന്ന വഴി ഡോൾഫിൻസിനെയൊക്കെ കാണാം കേട്ടോ. കടലിൽ കൂടെ കുറച്ച് പാസ് ചെയ്യുമ്പോൾ ഒമാൻ ഇറാൻ ബോർഡർ കാണാം. ഈ ചെറിയ മലകളൊക്കെ ഐലൻഡുകളാണ് കേട്ടോ. ചില ഐലൻഡുകളിൽ ആളുകൾ താമസിക്കുന്നുമുണ്ട്. ഇത് ബോട്ടിലുള്ളവർ ഡോൾഫിൻസ് വരാൻ വേണ്ടി സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. ഒത്തിരി ഡോൾഫിൻസിനെ കണ്ടു കേട്ടോ ഞങ്ങൾ.
നമ്മളോട് കുടിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ടീ പറഞ്ഞു. പക്ഷേ ഷുഗർ കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കുറവായിരുന്നു മധുരം. പിന്നെ ഞങ്ങൾ പോയി കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്തു. നമ്മൾ ഈ കാണുന്നത് ഒരു ഐലൻഡിലെ വില്ലേജാണ്. ഇവിടെ ഏകദേശം 10 to 15 ഫാമിലീസ് ഉണ്ട്. അവരുടെ ജോലി ഫിഷിംഗ് ആണ്. അവിടെ റോഡും ഹോസ്പിറ്റൽസും ഒന്നുമില്ല. ബോട്ടിൽ ഒത്തിരി ദൂരം പോയാലേ ടൗണിലേക്ക് എത്തുകയുള്ളൂ. പിന്നെ ഫ്രീ ഇലക്ട്രിസിറ്റിയും ഇൻ്റർനെറ്റും ഉണ്ട് അവർക്ക്. ഇതൊരു ഐലൻഡാണ്. ഇവിടെ ഒരു റിസോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുവാണ്. ഇവിടെ ബോട്ട് കുറച്ച് ടൈം നിർത്തി. വെള്ളത്തിൽ ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടും ഇടാതെ ഇറങ്ങാം. സ്വിമ്മിങ് അറിയാത്തവർക്ക് ലൈഫ് ജാക്കറ്റ് ഇടാതെ ഇറങ്ങാം. ഞങ്ങൾക്ക് സ്വിമ്മിങ് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ലൈഫ് ജാക്കറ്റ് ഇട്ട് കേട്ടോ. ഞങ്ങൾ ദൂരേക്ക് പോയില്ല. ഒരു 10 മിനിറ്റ് ഇറങ്ങിയിട്ട് തിരിച്ചു കയറി. ഫോണൊക്കെ ബാഗിൽ വെച്ചതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് ഞങ്ങൾ ദോ ക്രൂസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ കണ്ടതാണ് കുറേ മീനുകൾ പോകുന്നത്. അപ്പം നമ്മൾ ദോ ക്രൂസൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഞങ്ങൾക്ക് അവിടുന്ന് ഇറങ്ങിയപ്പം ഫനാർ മുസാണ്ടം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു മെനു വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ തുറന്നിട്ടുള്ളെന്ന് തോന്നുന്നു. ഇവിടെ പെരുന്നാൾ നാളെയല്ലേ, അപ്പം ആ കട മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടൊരു മന്തി മേടിച്ച് ഇനിയിപ്പം നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത ആ ബീച്ചിൻ്റെ അവിടെ പോയിരുന്ന് അവിടെ ഒരു കുറേ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പം അവിടെ പോയിരുന്ന് കഴിക്കാം എന്നോർത്ത് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് ഞങ്ങൾ ഇന്നലെ രാത്രി ക്യാമ്പ് ചെയ്ത ബീച്ചാട്ടോ, ബാസ ബീച്ച്. അപ്പം ഞങ്ങൾ ഇന്ന് മന്തിയൊക്കെ മേടിച്ചിട്ട് ഇവിടെ കഴിക്കാൻ വന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു മരത്തണൽ കിട്ടി. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി അങ്ങോട്ട് കയറ്റിയിട്ടിട്ട് ഇനി ചെയറൊക്കെ എടുത്ത് വെച്ച് ഫുഡ് കഴിക്കാമെന്ന് ഓർത്താം.
കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോകാമെന്ന് ഓർത്തു. അപ്പം നമ്മളിപ്പം പോകുന്നത്, നമ്മൾ ഇന്നലെ കാണിച്ചില്ലേ ഞങ്ങൾ മലയുടെ മുകളിലൊരു കഫറ്റീരിയ വന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കുറേ പേര് ക്യാമ്പ് ചെയ്യുന്ന അങ്ങോട്ടേക്കാട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ നോക്കി ഇന്നലെ നമ്മൾ ടെൻ്റ് ഒക്കെ വെച്ച സ്ഥലം കാണിക്കാൻ കേട്ടോ. നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലം ഇന്നലെ ഇതാണ്. ഇവിടെയായിരുന്നു നമ്മൾ ഇന്നലെ ടെൻ്റൊക്കെ കെട്ടിയ സ്ഥലം. കണ്ടു, ഇത്രയും ഹൈറ്റിലായിരുന്നു അവർ ഇന്നലെ. അപ്പം ഞങ്ങൾ ഇന്ന് ഇതിലേ വന്ന് നോക്കിയപ്പോൾ ഇതിലേക്കുള്ള വഴിയൊക്കെ കണ്ടതാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല തലവേദനയൊക്കെയാണ്. അപ്പം നമുക്ക് രാവിലെ തൊട്ട് ചായ കിട്ടിയില്ല. നമ്മൾ ദോ ക്രൂസിന് പോയപ്പോഴാണെങ്കിൽ അവിടെ ചായ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ കട്ടൻ ചായയാണ്. എനിക്ക് പാൽ ചായ ഇല്ലെങ്കിൽ തന്നെ എനിക്ക് തലവേദന വരുന്നത്. അപ്പം നമുക്ക് അങ്ങനെ അത് കിട്ടാത്തത് കൊണ്ട് ഇവിടെ പിന്നെ നോമ്പിൻ്റെ ഇതായതുകൊണ്ട് കുറച്ച് സീനൊക്കെയാണ്. ഇതൊന്നും റെസ്റ്റോറൻ്റ് ഒന്നും പകൽ കാണത്തില്ല നമുക്ക്. അപ്പോൾ ബാക്കി ഗൾഫ് കൺട്രീസിലൊക്കെ ഇന്നാണ് പെരുന്നാൾ വരുന്നത്. ഇവിടെ ആണെങ്കിൽ നാളെ മൺഡേ ആണ് പെരുന്നാൾ. അതുകൊണ്ട് ഇന്നും കടകളൊക്കെ അടവാണ്. ആ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ചായ തിരക്കി ഇറങ്ങിയതാണ് മെയിനായിട്ട് ഇങ്ങോട്ടേക്ക്. അവിടെ കാണുന്നൊരു റിസോർട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതാട്ടോ ആ കഫേയുടെ ഉള്ളിൽ നമ്മൾ കയറി. ഇവിടെ പക്ഷേ ഇവിടെയും ചായ ഇല്ല, കോഫി നോർമൽ കോഫി ഇല്ല, ക്യാപ്പിച്ചിനോ അങ്ങനത്തെ ഹോട്ട് കോഫി കോൾഡ് കോഫിയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളിത് മൊഹിറ്റോ കുടിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കയറിയതാണ്. അങ്ങനെ ഞങ്ങളിത് ഇത് കുടിക്കാൻ പോവാണ്. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ രണ്ട് ഫാഷൻ ഫുഡ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഞങ്ങളങ്ങനെ ഈ സൂപ്പർ അടിപൊളി വ്യൂവിലിരുന്ന് ഇങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട്. അതെ, നല്ല വ്യൂണ്ട്. കാരണം ഒരു സൈഡിൽ വാസ ബീച്ചും മറ്റേ സൈഡിൽ കടലും ഒക്കെ.